നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയെ കണ്ട് മടങ്ങി അൻവർ. കുറച്ച് മണിക്കൂറുകൾ ആഭ്യന്തര വകുപ്പിനെ മുൾമുനയിൽ നിർത്തിയ PV അൻവർ എന്ന MLA തൻ്റെ നിലപാട് മയപ്പെടുത്തിയോ? അൻവറിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ? മുഖ്യമന്ത്രിയെ കണ്ടതിനു ശേഷം അൻവർ പോരാട്ടം അവസാനിപ്പിച്ചോ? അതോ യഥാർത്ഥ സഖാവായി തൻ്റെ ദൗത്യം തീർന്നു എന്ന അൻവറിൻ്റെ വാക്കിൽ എല്ലാം തികയുന്ന ആത്മാർത്ഥതയുണ്ടോ? ഈ വിഷയമാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് നിന്ന് ജയകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, ഇത് അൻവറിൻ്റെ ധൈര്യം എന്ന തരത്തിൽ ആദ്യം വിശേഷിപ്പിക്കപ്പെട്ടു. അണികളിൽ വലിയ ആവേശമുണ്ടാക്കാൻ അൻവറിന് കഴിഞ്ഞു. സംസ്ഥാനത്തെ ഒരു വലിയ ഉദ്യോഗസ്ഥനെതിരെയാണ് അൻവർ തൻ്റെ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിച്ചത്. ഒടുവിൽ അൻവർ പത്തി മടങ്ങി എന്നാണോ മനസ്സിലാക്കേണ്ടത്? നമസ്കാരം സാറേ. നമസ്കാരം. അൻവറിന്റെ കമാശി വന്ന് മിണ്ടൂല്ല സാർ. കഴിഞ്ഞു. അൻവറിന് മതിയായി. അൻവറിന്റെ കമാശി വന്ന് മിണ്ടൂല്ല. നല്ലൊരു സഖാവായിരുന്നെങ്കിൽ ആദ്യം മുഖ്യമന്ത്രിയോട് കൊണ്ട് പറയാം. പബ്ലിക്കിനോടല്ലല്ലോ പറയേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയോട് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഫോൺ ചോർച്ചതിന് കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മര്യാദയ്ക്ക് പൊക്കോളാൻ പറഞ്ഞപ്പോൾ അൻവർ മതിയായി. മുക്കാക്കള്ള അരക്കള്ളിനെ പറ്റി മുഴുക്കള്ളിനോട് പോയി പരാതി പറഞ്ഞ പോലെയാണ് അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാട്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൊല്ലത്ത് നിന്നൊരു പ്രേക്ഷകൻ നമുക്കിപ്പം ചേരുന്നുണ്ട്, ശ്രീ മുരളി. ശ്രീ മുരളി കുറേ ദിവസമായി തോന്നുന്നു അല്ലേ ഈ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്? കുറേയായി ഞാൻ കേൾക്കുന്നില്ല. സാറേ നമസ്കാരം. ഇടമുരളിയാണ് കൊല്ലത്ത്. മനസ്സിലായി. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. കുറേ ആയല്ലോ പൊതുവേദി. ഞാൻ വിളിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് TV കാണുന്നില്ല. ശരി. ഈ അൻവറിന്റെ വെടിനിർത്തൽ ആയോ? എന്താണ് ശ്രീ മുരളിക്ക് തോന്നുന്നത് ഇതേ സംബന്ധിച്ച്? ഞാൻ പറയാനുള്ള അതിന്റെ മറുപടി മുമ്പേ അങ്ങ് പറയാം. കാര്യം ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പലപ്പോഴും എന്റെ സംസാരം അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി മുമ്പേ അങ്ങ് പറയാം. അൻവർ കീഴടങ്ങി. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഷോ മാത്രമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ റോൾ എടുത്തുകൊണ്ട് പിന്നെ ഈ സർക്കാരിനെ ഒന്ന് പുകഴ്ത്തി കാണിക്കാനെ കൊണ്ട് വന്നതാണ്. മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അൻവറുടെ വെളിപ്പെടുത്തൽ വളരെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തിയ കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഭയാനകമായ കാര്യങ്ങളാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭ തന്നെ രാജിവെക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ സാറിന്റെ അടുത്ത് സൂചിപ്പിക്കുന്നത്, എനിക്ക് എല്ലാ വിഷയങ്ങളെ കുറിച്ചും സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്. അതായത് 1985 പിന്നെ SLCക്ക് ഞാൻ പഠിക്കുന്ന സമയം മുതൽ സ്റ്റേജില് നാടകത്തിൽ സംസാരിക്കാൻ തുടങ്ങിയ ആളാണ് ഞാൻ. ഇതുവരെ എങ്ങും ഒരാളിന്റെ മുമ്പിലും സ്റ്റേജിലോ സംസാരിച്ച് എന്തെങ്കിലും വായിട്ടോ എന്ന് വിളിച്ചു പറയുന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നിർത്തരുതെന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. മാത്രമല്ല 25 വർഷത്തിന് മുമ്പ് BA ഹിസ്റ്ററി പാസ്സായ ആളാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള കാര്യം അവസാനിപ്പിക്കാൻ വരെയുള്ള സമയം തരണമെന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അല്ല, അത് ചില സമയത്ത് ടെലിഫോൺ ബന്ധത്തിൽ എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയോ റേഞ്ച് ഇല്ലാതാവുകയോ ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ കൊല്ലത്തുനിന്ന് വിളിക്കുന്ന ശ്രീ ഇതയം മുരളിയോട് ന്യൂസ് 18 ആർക്കും ഒരു ദേഷ്യവുമില്ല, സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. അപ്പോ എന്റെ ബാക്കി കാര്യം പറയട്ടെ. പക്ഷേ അടുത്ത ആളുകൾ കാത്തു നിൽക്കും. നമുക്ക് അപ്പൊ ഈ അൻവർ പ്രതിപക്ഷ റോൾ അഭിനയിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിനെ ഒന്ന് മാറ്റി നിർത്താനാണ് ശ്രമിക്കുന്നത്. അതൊന്നും അൻവറിന്റെ ആ കരികട ഒന്നും നടക്കത്തില്ലെന്ന് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. യെസ്, വളരെ വ്യക്തമാണ്. പ്രദീപ് തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നു. ശ്രീ പ്രദീപ്, ഇതൊക്കെ കണ്ടിട്ട് ഈ നാടകം എങ്ങനെ പര്യവസാനിച്ചു എന്നാണ് പ്രദീപ് മനസ്സിലാക്കുന്നത്? നമസ്കാരം മിസ്റ്റർ മേനോൻ. നമസ്കാരം. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഈ കേരളം കളഞ്ഞതിൽ എത്രമാത്രം നന്നായി പോയി എന്ന് ഞാൻ സന്തോഷിക്കുകയാണ്. ആദ്യം പറയാനുള്ളത്, ആരാണ് ഈ അൻവർ? നമ്മൾ ആദ്യം അൻവറിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. അൻവർ എന്ന് പറഞ്ഞാൽ സർക്കാർ ഭൂമി കയ്യേറി അത് കോടതി തിരിച്ചെടുത്ത, അതിലും ഒരുപാട് വെട്ടിപ്പും തട്ടിപ്പും നടത്തി ഒരു സകല നമ്പർ 1 ഫ്രോഡാണ് ഈ അൻവർ. ഈ അൻവറിന്റെ ചരിത്രം നമ്മൾ ഉടനീളം നോക്കിയാൽ അൻവർ ആരായിരുന്നു, എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നത് എന്ന് വ്യക്തമായി അറിയാം. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹം പറഞ്ഞ ഓരോ ആരോപണങ്ങളും ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും അറിയാം. MR അജിത് കുമാർ ആരാണ്, അയാൾ എങ്ങനെയാണ് ഇത്രയും സമ്പാദിച്ചത്, അതേപോലെ തന്നെ PK ശശി ആരാണ്, ഇവരെ കുറിച്ച് എല്ലാം അറിയാം. ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ആരല്ലേ? ഈ പിണറായി വിജയന്റെ കൂടെ നടന്ന് കേരളത്തില് സ്വർണ്ണക്കടത്ത് നടത്തിയ 1-ാം നമ്പർ ആൾക്കാരല്ലേ ഈ പറഞ്ഞ ആൾക്കാര്.
ഇവരെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും? മീഡിയക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, മനസ്സിലാക്കണം. സർക്കാർ ഈ നമ്മുടെ സിനിമാ മേഖലയോട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ മൊത്തം നാറി ഒന്ന് തുടങ്ങിയപ്പോഴേ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടി ഈ അൻവർ നടത്തിയ ഒരു നാടകമാണോ എന്ന് പോലും ചിലപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാനുണ്ട് മിസ്റ്റർ മനു. ഞാൻ ഒരുപാട് സമയം എടുക്കാറില്ല, ഞാൻ എന്റെ ടൈം കഴിയുമ്പോൾ കട്ട് ചെയ്യും, കാരണം ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയാം. പിന്നെ ഒറ്റ കാര്യം, ഇത് എന്തുകൊണ്ട് ഈ അൻവർ സെൻട്രൽ ഗവൺമെന്റിന് കംപ്ലൈന്റ് ചെയ്യുന്നില്ല? ഇല്ലെങ്കിൽ ഇവിടുത്തെ ഹൈക്കോടതി, എനിക്ക് തോന്നുന്നു MLA ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് നേരിട്ട് ഹൈക്കോടതി ജഡ്ജിയെ കണ്ട് ഇന്ന കാര്യങ്ങളുണ്ടെന്ന് വ്യക്തമായിട്ട് ആ തെളിവ് സഹിതം കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം ആക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ ഉദ്ദേശം ആക്ഷൻ അല്ല, ഇവിടുത്തെ ഉദ്ദേശം പല പുകമറകളും സൃഷ്ടിക്കുക. ഇത് 2 ദിവസം കഴിയുമ്പോൾ ഈ സബ്ജക്ട് അങ്ങ് മാറൂന്നേ. അപ്പൊ സിനിമാ മേഖല ക്ലിയറായി, രാഷ്ട്രീയം ക്ലിയറായി, ഈ നാട് നന്നാവൂല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ എത്രയും പെട്ടെന്ന് ഈ നാട് കടത്തിക്കോ, ഈ നാട് മുടിഞ്ഞു പോകും. യെസ്, വ്യക്തമാണ്. ശശിധരൻ വയലാറിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ, EPA മാറ്റിയതും സിനിമാ മേഖലയിലെ കാര്യങ്ങളും ഒക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി നടത്തിയ ഒരു നീക്കമാണോ അൻവറിൻ്റേത്, അതോ അതിനപ്പുറത്തേക്ക് വലിയ ഗൗരവമായ കാര്യങ്ങൾ അതിൽ ഉണ്ടോ? ബിജു എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. ബിജുവിന് പറയാം. സാറേ, പിന്നെ നമ്മളെ സുബൈദ് വധക്കേസിൽ പ്രതികളെ പിടിച്ച ഒരു ഓഫീസറെ ഇന്ന് പെൻഷൻ പോലും കൊടുക്കാതെ ഇട്ടിട്ടുണ്ട്, ഒരു IPS ഓഫീസറെ. നമ്മൾ ഈ രാഷ്ട്രീയക്കാർ പറയുന്ന കേട്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആ ഓഫീസർമാർക്ക് ഒന്നും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഇനി രണ്ടാമത്, ഇതൊരു നാടകം എന്നേ നമുക്ക് പെട്ടെന്ന് തന്നെ തീർന്നല്ലോ, നാടകവും തീർന്നല്ലോ. എന്നിട്ട് ഇപ്പൊ അന്വേഷണം ആണ്, ഇതിനകത്ത് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയുടെ തല വീഴും. ഈ സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാല് പുള്ളിക്കാൻ അതുകൊണ്ടൊരു വിഷമം കൊണ്ട് ഇതും അങ്ങ് മാറ്റിയേക്കുക. അപ്പം എന്റെ നാട് കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളി ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, ഗോപകുമാർ സാർ. ഈ ഗോപകുമാർ സാർ എന്ന് പറയുമ്പം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കണ്ടുകൂടാ, എന്നാൽ മയക്കുമരുന്ന് കച്ചവടക്കാര്, അതേപോലെ കഞ്ചാവ് കച്ചവടക്കാരെല്ലാം പിടിച്ചോണ്ട് പോകുന്നത്. കച്ചി പോയതിനു ശേഷം ഇവിടെ കഞ്ചാവിന്റെ ഒരു വേട്ട തന്നെ നടക്കുന്നത്. അപ്പൊ പിള്ളേർക്ക് സ്കൂള് പോകാൻ പറ്റില്ല, സ്കൂള് തലങ്ങളിലെല്ലാം ലഹരിയാ. അപ്പം ഇതേപോലെ ഉള്ളപ്പം ഇവിടെ ഈ വക്കീലന്മാർക്കൊന്നും ജോലിയില്ല. അന്നേരം പ്രമോദ് എന്ന് പറഞ്ഞൊരു വക്കീല്, ഒരു കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി, ഈ ഓഫീസറെ ഇവിടുന്ന് അവൻ മാറ്റി. അപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് എല്ലാ രാഷ്ട്രീയക്കാരും അപ്പൊ ഈ പ്രമോദിന്റെ കൂടായി. കാരണം അവര് പറയുന്ന കേൾക്കുന്നില്ല ഈ SI, ഈ CA. അങ്ങനെ ഈ ഗോപകുമാർ എന്ന് പറഞ്ഞ സാറിന് ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റി. മാറ്റിയതിന് ശേഷം എന്താ, കരുനാഗപ്പള്ളി ഒന്ന് വന്ന് കാണണം. അക്രമങ്ങളും ഈ മയക്കുമരുന്ന് കച്ചവടക്കാരും ലഹരി കച്ചവടക്കാരുടെ ഒരു വിളയാട്ടം തന്നെയാണ്. ഇവിടുത്തെ നല്ലൊരു ഓഫീസർമാരില്ല. അപ്പം രാഷ്ട്രീയക്കാർ പറയുന്ന കേട്ടോണ്ടിരുന്നാൽ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു എന്നാണ്. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നുണ്ട്. വളരെ നന്ദി അവിടുന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ദാസൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദാസൻ, ഈ സോളാർ കേസ് അട്ടിമറിക്കൽ, പൂരം കുളമാക്കൽ, അതുപോലെ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ഒട്ടനവധി വിഷയങ്ങൾ ആണ് ഈ അൻവർ ഉന്നയിച്ചത്. ഇതിൽ കൃത്യമായൊരു അന്വേഷണം നടക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇല്ല, ഇതിപ്പോ ഈ മുഖ്യമന്ത്രിയുടെ കെയർ ഓഫിൽ ഒന്നും നടക്കൂല. ഇത് ചിന്തിച്ച് നോക്കുക മനു, നേരെ മറിച്ച് കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്താണ് ഈ സംഭവമെങ്കിൽ ഈ കാസർഗോഡ്, ഈ കർണാടകയിലെയും തമിഴ്നാട്ടിലെ മുഴുവൻ ഫയർ എഞ്ചിനും വേണ്ടി ഇവിടെ തീക്കെടുത്താണ് ഈ മൊത്തം കത്തിയിട്ടുണ്ടാവും. ഈ കോൺഗ്രസ്സുകാരെ പ്രതിപക്ഷം എന്ന് വെച്ചാൽ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാൻ പ്രതിപക്ഷം. നിങ്ങൾ നോക്ക്, ഏറ്റവും ഗൗരവമുള്ള ആരോപണമില്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് അതിന് ചെറിയ വിയോജിപ്പില്ല. ഞാൻ അന്ധമായിട്ട് ഞാൻ എപ്പോ ന്യായീകരിക്കുന്ന ആളാണ്. പക്ഷെ ഈ കാര്യത്തില് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഈ അജിത് കുമാർ ഏരിയാണ്. കാര്യം ഇയാളെ പോലത്തെ ആൾ ഒരു നിമിഷം പോലും അധികത്ത് ഇരിക്കാൻ പാടില്ല. എന്തുമാത്രം തോന്നിയ കാണിച്ചേ. ഈ നിങ്ങൾ നോക്ക്, ഇങ്ങനെ ഒരു പാർട്ടി ഞാൻ ചെയ്തത് ഈ CPM-ന്റെ അനുയായിയുടെ ഒന്നും പറയാണ്ട് ഞാൻ ഈ സുനിൽ എന്ന് പറഞ്ഞ ആ ഒരു പാസ്റ്ററെ ഒരു ഭാഷ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ മൊണ്ണ കുഞ്ഞുങ്ങളാകല്ല, നിങ്ങൾ ചോദ്യം ചെയ്യും. ഇതെന്തൊരു കളിയായി, ഇത് ലോകത്ത് ഏടിയും കൊണ്ട് ഇങ്ങനെ ഒന്നും പറയാൻ കഴിയുന്നില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സൂഫി വിളിക്കുന്നു. സൂഫി വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ജിതിൻ പാലക്കാട് നിന്ന് നമുക്കൊപ്പം. ജിതിൻ ദീർഘനാളായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ? കുറേ ആയി ഞാൻ ജിതിൻ്റെ ശബ്ദം കേട്ടിട്ട്. ഹലോ, കേൾക്കാമോ ജിതിൻ? അതായത് ഈ വിഷയം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതില് നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഇന്റലിജൻസിന്റെ ഒക്കെ റിപ്പോർട്ട് ദിവസവും മുഖ്യമന്ത്രിയുടെ ടേബിളിൽ വരുന്നതാണ്. അപ്പോൾ മുഖ്യമന്ത്രിന്റെ ഇത്രയും
അതായത് കേരളത്തിന്റെ ആഭ്യന്തര മേഖലയിൽ ഇത്രയും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇത്രയും കറപ്റ്റഡ് ആണ് എന്ന് മുഖ്യമന്ത്രിക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് മുഖ്യമന്ത്രിയുടെ പരാജയത്തെ കാണിക്കുന്നു. അതും ഒരു ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA ആയി ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊരു വിചിത്രമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ട് കേരളത്തിലെ പ്രതിപക്ഷത്തെ പറ്റി പറയണം, ഒന്നിനും കൊള്ളുന്നില്ല. കാരണം അവർക്കൊരു സമരം പോലും ഇങ്ങനെ ഒരു വിഷയം ഇത്രയും ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇത് അൻവർ ഉന്നയിച്ച എല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അൻവർ ഉന്നയിച്ചു ഇത്രയും അവർക്കും അങ്ങനെ അത് ചാടിക്കേറി പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ VD സതീശൻ 150 കോടി രൂപ വാങ്ങിയത് അട്ടിമറിച്ചു എന്നാണ് അൻവറിന്റെ പ്രധാന ആരോപണം. അതെ, അതിൽ കേസ് വന്നല്ലോ. അത് നമുക്ക് എക്സോർബായി നമുക്കൊന്നും നമ്മളെപ്പോൾ നികുതിദായകർക്ക് സംബന്ധിച്ച ആരായാലും നമ്മുടെ വിഷയമല്ല. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഇത്രയും ഒരു ഗുരുതരമായ ആരോപണം അത് ഉന്നയിക്കുന്നത് എന്റെ സ്വർണ്ണക്കടത്ത് അത് ഇതെന്നൊക്കെ പറഞ്ഞു. ഇത്രയും ഗുരുതരമായ ആരോപണം ഉണ്ടാകുമ്പോൾ പോലീസിന്, അതായത് കേരള പോലീസിന്റെ തലപ്പത്തുള്ള ഇദ്ദേഹത്തെക്കാൾ ചെറിയ റാങ്കുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് അത് കണ്ടുപിടിക്കുന്നൊക്കെ വിചാരിക്കുന്ന നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇനിയിപ്പോ ഇതിനൊക്കെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. അത് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അത് ഉന്നയിക്കുന്നില്ല? ഏറ്റവും ഗൗരവം സംസ്ഥാനത്തെ കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം വേണം. ഇത് ഏറ്റെടുക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. അതൊരു ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ പ്രതിപക്ഷം നിർജീവമായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഇത്രയും കറപ്റ്റഡ് ഇത്രയും വലിയ ഗൗരവം ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടോ നമുക്ക് സംശയമാണ്. പിന്നെ അതുകൊണ്ട് അത് വളരെ ഗൗരവമാണ്. പക്ഷേ നമ്മുടെ പ്രതിപക്ഷം ദൗർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷം ഇങ്ങനെ ആയിപ്പോയി. നൗഷാദ് കൊല്ലത്ത് നിന്ന് ചേരുന്നു. ശ്രീ നൗഷാദ്, കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? എല്ലാ ന്യൂസ് പ്രേക്ഷകർക്ക് നമസ്കാരം. നമസ്കാരം സാറേ, എന്റെ അഭിപ്രായം, ഒരു ചെറിയ കള്ളൻ ചെന്ന് 2 കള്ളന്മാരെ കുറിച്ച് ഒരു വലിയ കള്ളൻ എടുത്ത് കംപ്ലൈന്റ് ചെയ്യുന്നു. അങ്ങനെ മനസ്സിലായി കേട്ടു. ഇതുകൊണ്ട് നടപടി ചെറിയ കള്ളൻ 2 വലിയ കള്ളന്മാരെ കുറിച്ച് വേറൊരു വലിയ കള്ളൻ എടുത്ത് കാര്യങ്ങൾ പറയുന്നു. ആ കള്ളൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെറിയ കള്ളന്റെ കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കുന്നു. പ്രതിപക്ഷം എന്ന മരവാഴ, ജനങ്ങൾ കരുത. അപ്പൊ ഒന്നും നടക്കില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വ്യക്തമാണ്. ഒന്നും നടക്കത്തില്ല. അൻവറിന്റെ വാണം ചീറ്റി, പ്രതിപക്ഷം മരവാഴ. ശരി, അജയ് കുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജയ് കുമാർ, അൻവർ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടു, അത് ADGPക്കെതിരെ വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിലെന്തെങ്കിലും ഒരു അന്വേഷണം നടക്കും, പേരിനെങ്കിലും എന്ന് വിചാരിക്കാം. P ശശിയുടെ കാര്യത്തിൽ ഇപ്പം മിണ്ടാട്ടമില്ല. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, അൻവർ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടു എന്ന് നമ്മൾ മാധ്യമങ്ങളിൽ കൂടിയാണ് അറിഞ്ഞത്. അദ്ദേഹം അങ്ങനെ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പേര് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? യാതൊന്നുമില്ല. 150 കോടി, ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, പക്ഷെ 150 കോടി പ്രതിപക്ഷ നേതാവ് അടിച്ചു മാറ്റിയെന്നും പറയുകൊണ്ട് അദ്ദേഹത്തിന്റെ വല്ല ആരോപണം കൊണ്ടുവന്നിട്ട് തെളിവുകൾ വല്ലതും കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലായ കൊടും കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിമിനേക്കാളും മുകളിൽ ഇന്ത്യയിലെ ഒരു 10-30 വർഷം സർവീസിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, IPS ഉദ്യോഗസ്ഥൻ ഉണ്ടെന്ന് ഇയാൾ പറയുന്നതിന് എത്ര ഗുരുതരമായ കുറ്റമാണ്! എന്ത് തെമ്മാടിത്തരം ആരെപ്പറ്റി പറയാവുന്നതാണോ? അപ്പൊ അയാൾ തെളിവുകൾ സഹിതം ഹാജരാക്കണം. അയാൾ തെളിവുകളുമായിട്ട് കോടതി പോകണം. ഇല്ലെങ്കിൽ കോടതി സുമോട്ടോ കേസ് അൻവറിനെതിരെ എടുക്കണം. ഇത് അയാൾ സത്യപ്രതിജ്ഞ ചെയ്ത MLA ആണ്. അയാൾ പറഞ്ഞതിൽ വാസ്തവമുണ്ടെങ്കിൽ, നമുക്കറിയത്തില്ല, വാസ്തവമുണ്ടെങ്കിൽ ആ വാസ്തവം കോടതിയിൽ കൊണ്ടെത്തിക്കണം. അല്ല മുഖ്യമന്ത്രിയുടെ അവിടെ പോയിട്ട് ഒത്തുതീർപ്പായിട്ട് വരികയല്ല ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അയാളുടെ യാതൊരു തെളിവുമില്ല. അയാൾ എന്തൊക്കെയോ അയാൾക്ക് കാര്യസാധ്യതയുണ്ട്. പിന്നെ നമുക്കെല്ലാം അറിയാം, അതായത് മാധ്യമങ്ങളിൽ കൂടി നമ്മൾ കാണുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്മഗിൾഡ് ഗോൾഡ് വരുന്നത് വടക്കൻ മേഖലയിലാണ്. കൊച്ചി തൊട്ട് വടക്കോട്ടുള്ള എയർപോർട്ടിലാണ്. അവിടെയെല്ലാം ഇതിന്റെ വ്യാപകമായ കള്ളക്കടത്തുകൾ നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ നട്ടല്ലൊടിച്ചു എന്നാണ് കേൾക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. എനിക്കറിയത്തില്ല, മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ്. അതിന് പക തീർക്കാൻ അദ്ദേഹത്തിനിട്ട് തിരിച്ചു പണിഞ്ഞതാണോ എന്ന് സംശയിക്കാമല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിനെപ്പറ്റി എല്ലാ അന്വേഷണം വരട്ടെ. ഞാൻ കോടതിയോട് ആവശ്യപ്പെടുന്നത്, ബഹുമാനപ്പെട്ട കോടതിയോട് ആവശ്യപ്പെടുന്നത്, അൻവറിന്റെ പേരിൽ സുമോട്ടോ കേസെടുക്കണം. അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ നിന്നും തെളിവുകൾ ശേഖരിക്കണം. പൊതുസമൂഹത്തെ മനസ്സിലാക്കണം. നെല്ലും പതിരും തിരിച്ചറിയട്ടെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഈ വിഷയം വലിയ തോതിൽ കേരളത്തിൽ ചർച്ചയാകുന്നു. മുഖ്യമന്ത്രിക്ക് മുന്നിൽ അൻവർ പത്തിമടക്കി എന്നാരോപിക്കുന്നവരുണ്ട്. മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും പരാതി നൽകുന്നതോടുകൂടി തൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്നാണ് അൻവർ പറയുന്നത്. നടപടിയെടുക്കേണ്ടത് ഇനി മുഖ്യമന്ത്രിയും പാർട്ടിയുമൊക്കെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ഫേസ്ബുക്കിൽ തൻ്റെ പ്രൊഫൈൽ മാറ്റി പാർട്ടി എന്ന ഒരു പദം ഉപയോഗിച്ച് മറ്റൊരു ചിത്രം അവിടെ വെച്ചിരിക്കുന്നു. താൻ പാർട്ടിക്കൊപ്പം എന്ന സന്ദേശം അൻവർ നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മണിക്കൂറുകളോളമാണ് അൻവർ മുൾമുനയിൽ നിർത്തിയതെങ്കിലും പിന്നീട് ആ അൻവർ പുറത്തിറങ്ങുകയും
തൻ്റെ പ്രവർത്തനം അവസാനിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ തീവ്രത കുറഞ്ഞോ എന്ന സംശയം അവിടെ അങ്ങനെ ബാക്കി നിൽക്കുകയാണ്. പോലീസുമായി ബന്ധപ്പെട്ട ഉയർന്ന വിഷയങ്ങൾ അന്വേഷിക്കാൻ ഒരു ഉന്നത സംഘത്തെ നിയോഗിച്ചിരുന്നു. ആ സംഘം യോഗം ചേരുകയും ചെയ്തു. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അതിനിടയിൽ മുഖ്യമന്ത്രിയും ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുന്നു. പൊതുകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നേരത്തെ പോലീസ് ആസ്ഥാനത്ത് വിളിച്ച യോഗത്തിലും അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അൻവറിൻ്റെ ഈ ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറിക്കാണ് വഴിവെച്ചിട്ടുള്ളത്. സോളാർ കേസ് അട്ടിമറിക്കൽ, അതുപോലെ പൂരം കലക്കൽ, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ആളുകൾ നിയന്ത്രിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണം, ഒപ്പം ഒന്നാം പിണറായി സർക്കാർ ഭരിച്ചിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഒരു സ്വർണ്ണക്കേസ് കടത്ത് കേസിൽ പ്രതിയാകുന്ന ഒരു സാഹചര്യത്തിൽ അതിന് അടുത്ത രണ്ടാം പിണറായി സർക്കാരിൽ സമാനമായ ആരോപണങ്ങളും വരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ADGPക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം ആളുകളെ കൊല്ലിക്കുന്നു, ഒപ്പം അതിനു വേണ്ടിയുള്ള നടപടികളെ സഹായിക്കുന്നു എന്നൊക്കെയുള്ള കനത്ത ആരോപണങ്ങൾ. ആളുകളുടെ ഫോൺ ചോർത്തി എന്നത് മറ്റൊരു വശം. എന്നാൽ അൻവറും ഫോൺ ചോർത്തുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ കനത്ത അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നു എന്ന ആശങ്കയും സംശയവും എല്ലാ അർത്ഥത്തിലും വരികയാണ്. ഒരു അധോലോക മാഫിയയാണ് പോലീസ് എന്നാണ് അൻവർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അതിന് കൂട്ടാളികൾ ആരൊക്കെ? ഇത്തരത്തിൽ ഒരു ADGPക്ക് കേരളത്തിൻ്റെ മുഴുവൻ പോലീസ് സേനയെയും പിടിച്ചുലയ്ക്കാൻ കഴിയുമോ എന്ന സംശയം അങ്ങനെ വരികയും ആണ്. മുഖ്യമന്ത്രി ശുദ്ധനാണ്, തൻ്റെ പിതാവിനെ പോലെയാണ് എന്നൊക്കെ ആണയിടുമ്പോഴും അതെല്ലാം മുഖ്യമന്ത്രിയുടെ ബലഹീനതയല്ലേ ചോദ്യം ചെയ്യുന്നത് എന്ന ഒരു സംശയം കൂടി അവിടെ ഉയരുകയാണ്. ആഭ്യന്തര വകുപ്പിനെ കുത്തഴിഞ്ഞോ എന്നാണ് എല്ലാവരും, ആഭ്യന്തര വകുപ്പിൻ്റെ കുത്തഴിഞ്ഞോ എന്ന ചോദ്യമാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നത്. പൊതുവേദിയിൽ ഒരു ചെറിയ ഇടവേള, പെട്ടെന്ന് മടങ്ങിയെത്താം. പൊതുവേദി തുടരുന്നു. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ദീപുവാണ്. ദീപു, ഈ അൻവർ ഉന്നയിച്ച പരാതികൾ എങ്ങനെ പര്യവസാനിക്കുമെന്നാണ് ദീപു കരുതുന്നത്? അല്ല, നമ്മള് ഈ വിഷയത്തില് അൻവർ മാധ്യമങ്ങളോട് കുറെ വോയിസ്, അതായത് ചില പോലീസ് ഓഫീസർ സംസാരിച്ച വോയിസ് കേൾക്കുന്നു. അദ്ദേഹം അതിന്റെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കൂടെ ചേർത്ത് കുറെ കാര്യം പറയുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് മുഖ്യമന്ത്രി നേരെ ഒരു കാറിൽ വന്ന് ഇറങ്ങി നേരെ ADGP 2 വെടിവെച്ച് കൊല്ലുന്നു. അല്ല, അൻവർ വരുമ്പോ ഇനി അൻവറിനെ ADGPയെ ഇഷ്ടപ്പെട്ട് അൻവറിനെ വെടിവെച്ചു. ഇങ്ങനെയൊന്നും അല്ലല്ലോ ഒരു കാര്യം നടക്കുന്നത്. നമുക്ക് വെട്ടൊന്ന് മുറി രണ്ടെന്ന് പറഞ്ഞ പോലെ കാര്യം നടക്കില്ലല്ലോ. ഇപ്പം അൻവർ ഇന്ന് തിരുവനന്തപുരത്ത് വന്നു. അൻവറിന്റെ കയ്യിലുള്ള ഈ വോയിസും എല്ലാം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളാണ് അത് പറയേണ്ടത്, കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അത് കൊടുത്ത് കാണുമായിരിക്കും, ആ തെളിവുകളെല്ലാം കൊടുത്തുമായിരിക്കും. അദ്ദേഹം അത് അന്വേഷണ സംഘത്തിന്റെ അടുത്ത് മാറി കൊടുത്തിട്ടുണ്ടാവും. അവരതൊന്ന് സ്ക്രൂട്ടണി ചെയ്യണ്ടേ? ഈ സ്ക്രൂട്ടണി നടത്താതെ ഒരാളെ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കുകയോ ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ 1 മാസം ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് പറയുന്നത് അതൊരു വലിയ ടൈമാണ്. ആ ടൈമിന്റെ ഇടയിൽ ഇയാളെ ഈ സ്ഥാനത്ത് തന്നെ ഇരുത്തിയാൽ, അയാൾ കുറ്റവാളിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അയാൾ എന്തെല്ലാം ചെയ്ത് കാണില്ല എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ കിട്ടിയ തെളിവുകളും ഇതിന്റെ സ്ക്രൂട്ടണി അനുസരിച്ച് അതിന്റെ എന്താ പറയാ ഒരു ക്രെഡിബിലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ജെനുവിനിറ്റി അനുസരിച്ച് ഉടനെ പോകെ അതിന്റെ തീരുമാനം വന്നുകൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ നമ്മൾ ഇവിടെ വരിക, മുഖ്യമന്ത്രിയെ കുറെ തെറി വിളിക്കുക, എല്ലാരും കൂടെ കെട്ടിപ്പറക്കി കേരളം വിട്ടുപോകുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ ഇവിടെ വന്ന് പറയുക, എന്നിട്ട് പറയാ ഇവിടെ എല്ലാവരും സ്വർണ്ണക്കള്ളക്കടത്തുകാരാണ്. അങ്ങേരുടെ തെളിവുണ്ടെങ്കിൽ അങ്ങേര് BJP-ക്കാരനല്ലേ, പോയി ED എടുത്ത് പറയാൻ പറയുന്നേ. ED എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തെളിവ് തരാൻ പറ. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു സ്വന്തം സഹപ്രവർത്തക കൂടെ അതേ ലെവലിൽ സീനിയോറിറ്റി ഉള്ള ഒരു കോൺഗ്രസ് പ്രവർത്തക ഇവിടെ വന്ന് സതീശനെതിരെ 30 കോടിയുടെ കള്ളപ്പണം വണ്ടി വന്നത് നിങ്ങളുടെ ചാനലിൽ കൂടെയാണ് ഞാൻ കേൾക്കുന്നത്. നിങ്ങളാണ് അവരെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ആ കൃത്യമായ വാർത്തകൾ പലതും കൊണ്ടുവരുന്ന News 18 തന്നെയാണെന്നാണ് ഞാൻ നിങ്ങളുടെ പല ഇതും കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇന്ന്
ന്യൂസ് 18 അടക്കമുള്ള കൈരളി ചാനലിലെ ആരാണ്ടാണ് ചോദിച്ച ആ ചോദ്യം സതീശനോട്. സതീശൻ ആഹാ ഓഹോ ഏഹേ എന്ന് പറഞ്ഞ സതീശൻ ഓടി തള്ളുക ചെയ്തത്. ഈ ചോദ്യം എന്തേ ഇവിടെ ആരും ചോദിക്കാത്തത്? ഒരു പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരാൾക്ക് 30 കോടി രൂപ കായവണ്ടിയിൽ കള്ളപ്പണം വന്നു എന്നുള്ളത് വാർത്തയേ അല്ലേ മനു? വാർത്തയല്ലേ? നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഈ സ്ക്രൂട്ടണി അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോയി ഒരു സ്ക്രൂട്ടണിക്ക് പോലും വിധേയനാവാൻ കഴിയുന്ന പോലീസ് കേസ് എടുത്തോളൂ എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രവർത്തകർക്കെതിരെ സതീശന് ഒരു മാനനഷ്ട കേസ് കൊടുത്താൽ എന്താ? അപ്പം ഒരു വശത്ത് കൂടെ നമ്മൾ അവര് ബാക്കിയും കൂടി പറയുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം പലപ്പോഴും. അല്ല, അതിന് കാത്തിരിക്കണോ? ഞാൻ ഇപ്പൊ നമ്മുടെ പ്രഥമ ദൃഷ്ടിയ നമ്മുടെ മുന്നിലുള്ള ഈ ADGPക്കെതിരെയുള്ള സാധനം എന്താ? അദ്ദേഹത്തിന്റെ ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു സ്ഥലം വാങ്ങിച്ചിരിക്കുന്നു. ആ സ്ഥലം വാങ്ങിച്ചത് എങ്ങനെയാണ്? അയാൾക്ക് കാശുണ്ടോ? അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് വാങ്ങിയിരിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വളരെ സംശയാസ്പദമായി തന്നെ നിൽക്കണം. അതുകൊണ്ട് നടപടി എത്രയും പെട്ടെന്ന് ഇതൊന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഒരാഴ്ചക്കകം തന്നെ ഇതിനകത്തൊരു നടപടി എടുത്ത് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഒരാൾക്കെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അന്വേഷണം നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിർത്തുന്നത് അത്ര നല്ല കാര്യമല്ല. അത് അന്വേഷിച്ച് കണ്ടെത്തി മുഖ്യമന്ത്രി കൃത്യമായ കാര്യം ഈ പിടിയുന്ന ഒരാളെ വിളിക്കുക, അയാളെ തോക്കെടുത്ത് വെടിയിച്ചില്ല, എന്നിട്ട് അടുത്ത ആളെ വിളിക്കുക, അടുത്ത ആളെ തോക്കെടുത്ത്. ഇങ്ങനെയൊന്നും നടക്കത്തില്ലെന്നേ. വെറുതെ വന്നിരുന്ന് ഇങ്ങനെ വീരവാദം അടിച്ചിട്ട് കാര്യമില്ല. ആദ്യം സതീശന്റെ 30 കോടിയുടെ കായവണ്ടി വന്ന പണം എവിടെ? കോൺഗ്രസുകാരെ, ഈ ലീഗുകാരെ, നിങ്ങളുടെ ഈ BJPക്കാരെ നിങ്ങൾ ED ഒന്ന് വിളിച്ചറിയിക്കേ. വ്യക്തമാണ്. താങ്കളുടെ മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നുണ്ടാണ് ദീപു. അബ്ദുറഹ്മാൻ ചേരുന്നത് ദുബായിൽ നിന്നാണ്. ശ്രീ അബ്ദുറഹ്മാൻ, ഈ അൻവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒട്ടനവധി കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഈ പൂരം കുളമാക്കാനും കൂട്ടുനിന്നു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ സൂചനയായി കൂടി രാഷ്ട്രീയ കേരളം വിലയിരുത്തണം? നമസ്കാരം മനോജ്. ഇത് ഏതായാലും ദീപു സഖാവ് രക്ഷപ്പെട്ടു. കാരണം പറഞ്ഞാൽ അദ്ദേഹം കുറെ സത്യങ്ങൾ തെളിവോട് കൂടിയിട്ട് വേറൊരു അൻവറിന്റെ രൂപത്തിൽ എല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പം അദ്ദേഹത്തിന് കിട്ടുന്ന തെറികൾ ഇപ്പം ഞാൻ ലൈനിലുള്ളത് കൊണ്ട് വേറെ ആൾക്കാർക്ക് ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. കാരണം എനിക്ക് പറയാൻ തന്നെ അൻവറിനെ ഈ എന്താണ് കള്ളനെന്നും മറ്റേ കൊള്ളയടിക്കാരനെന്നൊക്കെ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിളിക്കാൻ കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓഫീസർമാരെ കയ്യിലെടുത്തും കൊണ്ടാണ് കുറച്ച് പേര് തിരുവനന്തപുരത്ത് നിന്നൊക്കെ നല്ല മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതൊക്കെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ള ഒരു ഭയമുണ്ട്. പിന്നെ ഈ കൊണ്ടാണ് അബ്ദുറഹ്മാൻ. ഏതായാലും വളരെ നന്ദി. സമയം അതിക്രമിച്ചു എന്നതാണ് ഒരു പ്രശ്നമായി വന്നത്. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. അൻവർ കീഴടങ്ങിയോ എന്നതായിരുന്നു പ്രധാനമായ ചോദ്യം. അതിൽ 81% ആളുകൾ അൻവർ കീഴടങ്ങി എന്ന് പറയുന്നു. അതേസമയം 19% ആളുകൾ അൻവർ തൻ്റെ പോരാട്ടം തുടരുന്നു എന്ന നിലപാടാണ് വ്യക്തമാക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.